നമസ്കാരം. വയനാട് ജില്ലയെ തന്നെ പിടിച്ചുകുലുക്കിയ ദുരന്തം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി വയനാടിന് വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒട്ടനവധി പേരുടെ സഹായം വയനാട്ടിലേക്ക് ഒഴുകിയെത്തി. ഓണാഘോഷങ്ങളെല്ലാം തന്നെ നമ്മൾ ചുരുക്കി. ജനങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ വയനാടിന്റെ സഹായ ഹസ്തവുമായി ജനങ്ങൾ എത്തി. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വലിയൊരു കൊള്ളയടി തന്നെയാണ് വയനാട്ടിൽ നടന്നത്. ജനങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന 500 രൂപയുമായിക്കോട്ടെ 50 രൂപയുമായിക്കോട്ടെ അതിനൊരു വിലയുണ്ട്. ആ വില ഒന്നും തന്നെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത്. അവർക്ക് ആവശ്യം ഭരണം കഴിയുന്നതിന് മുമ്പ് തന്നെ പണം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ശരീരം അനങ്ങാതെ തേച്ചു മിനുക്കിയ ഖദർ വസ്ത്രത്തിൽ ഒരു ചുളിവ് പോലും വീഴാതെ നോക്കുന്ന നേതാക്കളാണ് ഭൂരിഭാഗം പാർട്ടിയിലും ഇന്നുള്ളത്. അതിൽ വിരലിലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രമേ ഉള്ളൂ കേരളം നല്ല രീതിയിൽ ഭരിക്കണമെന്ന ചിന്താഗതിയോടെ മന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അല്ലാതെ എങ്ങനെ ഏത് രീതിയിൽ പോക്കറ്റ് നിറയ്ക്കാം എന്ന ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ കേരളത്തിന്റെ അക്ഷയ പാത്രത്തിൽ തന്നെ കൈയിട്ട് വാരുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നത് വളരെയേറെ ലജ്ജ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദുരന്തമുണ്ടായാലും പ്രളയമുണ്ടായാലും അതിൽ കൈയിട്ട് വാരി എങ്ങനെ പോക്കറ്റ് വീർപ്പിക്കാമെന്ന കൊള്ള നടത്തുന്ന സമൂഹമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ആ കേസിന് ശേഷം ഒരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കണക്കിലാക്കിയ തുക, അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവാക്കിയ തുകകളെല്ലാം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. അത് കേട്ട് ജനങ്ങൾ ഞെട്ടുകയാണ്. വയനാട് ചുരുൾമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരിതാശ്വാസവും രക്ഷാപ്രവർത്തനവും ആരംഭിച്ച സമയത്ത് സർക്കാർ ചെലവാക്കിയ തുകയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓണ ദിവസത്തിൽ ജനങ്ങൾ കേട്ടത്. അവിശ്വസനീയമായ കണക്കാണ് സർക്കാർ അവതരിപ്പിച്ചതെന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഓരോ ആവശ്യങ്ങൾക്കും കോടികളുടെ കണക്കാണ് ചെലവായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെങ്ങനെ ഇത്ര വലിയ തുക ചെലവായി എന്ന ആശയക്കുഴപ്പം ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഞെട്ടിക്കുന്നതാണ് ഇനി വരാൻ പോകുന്ന കണക്കുകൾ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപയാണ് ചെലവായി കാണിച്ചിരിക്കുന്നത്. അതായത് 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപ ചെലവായി എന്നാണ് സർക്കാർ കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോളണ്ടിയർമാർക്ക് യൂസർ കിറ്റ് നൽകിയതിന് 3,98,00,000 രൂപ, ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾ നൽകുന്നതിനായി 11 കോടി രൂപയും ചെലവായെന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇനി വസ്ത്രങ്ങളുമായി വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരണ്ട എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം പറഞ്ഞതാണ്. ഇതിന് പിണറായി വിജയൻ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒരു മാസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടിയാണ്. ഡിവൈഎഫ്ഐ പിള്ളേരോട് പറഞ്ഞാൽ അവരെവരെങ്കിലും ജനറേറ്റർ കൊണ്ടുവരും. അതിന് അവർ ആരുടെ ആവശ്യമില്ലായിരുന്നു. പാർട്ടി പരിപാടിക്കോ SFIയുടെ പരിപാടിക്കോ ജനറേറ്റർ അവർ എവിടെന്നെങ്കിലൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അവരെ സഹായവും തേടിയില്ല. അത് വേണ്ട, സേവാഭാരതി പിള്ളേരടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി, അവർ കൊണ്ടുതരും എത്ര ജനറേറ്റർ വേണമെങ്കിലും. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനം ഉപയോഗിച്ചു എന്ന പേരിൽ 12 കോടി തട്ടിയിട്ടുണ്ട്. ക്യാമ്പുകളിലെ ഭക്ഷണത്തിന്റെ ചെലവ് 8 കോടി രൂപ. സൈന്യത്തിനും വോളണ്ടിയർമാർക്കും താമസിക്കുന്നതിനായി താമസ സൗകര്യം ഒരുക്കിയതിന് 15 കോടി. ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്താൻ 1 കോടി എന്നിങ്ങനെ ചെലവായി എന്നാണ് സർക്കാരിന്റെ വാദം. ചെലവായ തുക ഇനിയും ചെലവാക്കാനുള്ളതുമായ കണക്കിലെ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന കണക്ക്. അതേസമയം നഷ്ടപരിഹാരത്തിൽ സർക്കാർ പിശുക്ക് കാണിച്ചതും കണക്കിൽ വ്യക്തമാണ്. ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകൾക്ക് ഒന്നിന് 1,30,000 രൂപ മാത്രമാണ് നൽകിയത്. സർക്കാർ ചെലവുകളെക്കുറിച്ച് വിമർശനങ്ങൾ കടുത്തതോടെ വിശദീകരണവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. NDRF മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ചെലവുകൾ കണക്കാക്കിയതെന്നാണ് അതോറിറ്റി അറിയിച്ചത്. 90 ദിവസത്തേക്ക് വരെ കണക്കാക്കി മുൻകൂട്ടി തയ്യാറാക്കിയ ചെലവാണെന്നും വീടുകളുടെ നഷ്ടം കണക്കാക്കുന്നത് NDRF ചട്ടം അനുസരിച്ചാണെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. പ്രളയ ഫണ്ട് വെട്ടിപ്പിന്റെ കാര്യത്തിൽ നടന്നതുപോലെ വലിയ അഴിമതിയാണ് നടന്നതെന്ന് കണക്കുകൾ വിലയിരുത്തിയാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് വ്യക്തമാണ്. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ലാഭം നേടിയെടുത്തത് ഭരണകൂടത്തിന്റെ ഗുണഭോക്താക്കളായ CPM നേതാക്കളാണെന്ന് വേണമെങ്കിൽ സ്വാഭാവികമായും സംശയിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ മുന്നിൽ 2018 പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ നമ്മുടെ മുന്നിൽ ഒരു തെളിവായിട്ട് തന്നെയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലും ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും അഴിമതിക്കും കൊള്ളയ്ക്കും ഒരുങ്ങുന്ന ഒരു അവസരം ഭരണ
പ്രമുഖ കക്ഷികൾ പാഴാക്കുന്നില്ല എന്നതാണ് ഇനിയും കേരളം തിരിച്ചറിയേണ്ടത്. എന്നിട്ടും വീണ്ടും ജനങ്ങൾക്ക് 5 ദിവസത്തെ സാലറി സർട്ടിഫിക്കറ്റ്, തകർന്ന് കുത്തുവാളയെടുത്ത് നിൽക്കുന്ന KSRTCക്ക് ഓരോ ജീവനക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് പറയുന്നു. ഇത്രയും വലിയൊരു അഴിമതി കാണിച്ചിട്ടും പ്രതികരിക്കാൻ ആരുമില്ല എന്നത് അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ്.